ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രോഹിത്തെ, നീ കണ്ടില്ലല്ലോ, ദാ കാണ്, നോക്ക്. ഹലോ എടി മോളെ, കണ്ണ് നിറയെ കാണാൻ, മനസ്സ് നിറയെ സന്തോഷിക്കാൻ ചിറ്റപ്പനെ ഒരു സുന്ദരമായ കാഴ്ച അങ്ങോട്ട് അയക്കുന്നുണ്ട്. നമ്മുടെ കുറച്ചു നാളത്തെ കഷ്ടപ്പാടിന്റെ ഈ മനം വായിക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അത് നീ ഒന്ന് കാണ്. ആഗ്രഹിച്ചിരുന്ന നമ്മുടെ സ്വപ്നം ഒരു 10 പേർക്ക് അയച്ചു കൊടുത്താൽ ഈ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞ് ഫോണിൽ വരുന്ന സന്ദേശം പോലെ, അതുപോലെ നീ 10 വട്ടം കണ്ടാൽ 10 വട്ടവും നമ്മുടെ മനസ്സ് സന്തോഷിക്കും. നീ ഒന്ന് കണ്ടിട്ട് വിളിക്കണം. നിന്റെ സന്തോഷമുണ്ടല്ലോ, അത് നിന്റെ വാക്കുകളിലൂടെ എനിക്ക് കേൾക്കണം. ഞാൻ വിളിക്കാൻ ചിറ്റപ്പ. ആദ്യം ചിറ്റപ്പൻ പറഞ്ഞ ആ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ച ഞാനൊന്ന് കാണട്ടെ. ഞാൻ അയക്കാം. ഞാൻ അയച്ചിട്ടുണ്ട് മോളെ. എന്നാ ശരി, എനിക്ക് ഇവിടെ ഒരു കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. ശരിയെന്നാ. ശരി ചിറ്റപ്പ. അപ്പോ ഇന്ന് വൈകിട്ട് നമുക്കൊന്ന് കാണണം. ഓക്കെ. ഓക്കെ സർ. ശരി. വാ മോളെ, കേറി വാ. വലതുകാല് വെച്ച് തന്നെ കേറി വാ. രോഹിത്ത് ഇവിടെ ഇരിക്കാണോ? രോഹിത്തെ, നീ ഇത് കണ്ടോ? ഒരു പദ്ധതി പ്ലാൻ ചെയ്തത് പ്രാവർത്തികമാക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാ. കാണ്, നമ്മുടെ ശത്രുക്കൾ കൂടും കുടുക്കയെടുത്ത് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മനോഹരമായ കണ്ണുകളെ ആനന്ദിപ്പിക്കുന്ന കാഴ്ച. സത്യഭാമയുടെ ഒക്കെ നിപ്പ് കാണണം. സംസാരത്തിൽ 1000 പ്രാവശ്യമെങ്കിലും പറയും എന്റെ വീട് എന്റെ വീടെന്ന്. എന്നിട്ടിപ്പ എന്തായി തള്ളേ? പെട്ടിയും പ്രമാണം എടുത്ത് ഇറങ്ങേണ്ടി വന്നില്ലേ? ഓ സോറി, പ്രമാണം പിന്നെ നേരത്തെ പോയല്ലോ അല്ലേ? രോഹിത്തെ, നീ കണ്ടില്ലല്ലോ, ദാ കാണ്, നോക്ക്. എന്തൊരു മനസ്സാ നിന്റേത്. ശത്രുവാണെങ്കിലും ഇത് കണ്ടിട്ട് നിനക്ക് എങ്ങനെ സന്തോഷിക്കാൻ തോന്നുന്നേ? നിനക്ക് എന്താ രോഹിത്തെ സന്തോഷം വരാത്തെ? നിന്നെ അടിച്ചിറക്കിയ വീടാത്. അതിന്റെ അസ്ഥിവാരം തോണ്ടാൻ ആദ്യത്തെ കുഴിയെടുത്തത് നീ തന്നെയാ. എന്നിട്ടിപ്പോ സെന്റിമെന്റ്സും പറഞ്ഞ് സങ്കടക്കണ്ണീര് ഒഴുക്കാൻ പോവാണോ? അതല്ല, എന്റെ മോള്, എന്റെ ഭാര്യ, അവരൊക്കെ എങ്ങോട്ട് പോയി? അത് ശരി, ഭാര്യയോടുള്ള സ്നേഹം കരകവിഞ്ഞങ്ങ് ഒഴുകുകയാണല്ലോ. എടോ,
നിന്നെ ചതിച്ച് വല്ലവന്റെയും കൊച്ചിന്റെയും തന്തയാക്കി അവളെ നിനക്ക് എന്തിനാ? നിന്നോടൊരു തരുമ്പെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഈ രഹസ്യം നിന്നെ അറിയിക്കില്ലായിരുന്നോ? ഇതിപ്പോ നിന്നെ ഒരു രണ്ടും കെട്ട ഭർത്താവാക്കി മാറ്റിയില്ലേ? രോഹിത്തെ, നീ ഒരു പെൺകോന്തനാ. നീ പിന്നെ ഇതുപോലെ അവളുടെ പുറകെ ചെല്ലുന്ന നമുക്കറിയാം. അവൾ എന്നോട് കാണിച്ച എല്ലാം തെറ്റാണ്, അത് ഞാൻ ശരിവെക്കുന്നു. പക്ഷെ എന്നെ ആദ്യമായിട്ട് അച്ഛന്ന് വിളിച്ചതും എന്റെ പപ്പിമോളാ. പപ്പിമോൾ എന്റെ മോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെ എന്റെ മോളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അവൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കളയും. നീയുണ്ടല്ലോ രോഹിത്തെ, നീ വേസ്റ്റാ, ഭൂലോക വേസ്റ്റ്. നിനക്ക് വേണ്ടി ഞാൻ ഈ കാണിക്കുന്നൊന്നും നീ മനസ്സിലാക്കുന്നില്ലേ? ഈ ജപ്തി തന്നെ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അവിടുത്തെ പഴയ പ്രതിഷ്ഠകൾ മാറ്റിയാലേ പുതിയ പ്രതിഷ്ഠകൾ അവിടെ സ്ഥാപിക്കാൻ പറ്റൂ. അതിനു വേണ്ടിയല്ലേ ഈ പാഴ്വസ്തുക്കളെ നമ്മൾ അവിടെ അടിച്ചിറക്കിയത്? സത്യഭാമ അവരെന്റെ കരണത്തടിച്ചപ്പോഴേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ അവരുടെ ചങ്കിനിട്ട് ഒരടി കൊടുക്കണമെന്ന്. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയേക്കാ വലുതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. എനിക്കത് മതി. പക്ഷേ നീ കണ്ടില്ലേ, അവര് കരയുന്നില്ല. സുസ്മിത, നീ മുഖത്തൊരു സങ്കടം പോലുമില്ല. സത്യഭാമയുടെ കണ്ണീന്ന് രണ്ടിട്ട് കണ്ണീര് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അവര് കരയില്ല. ചങ്കുറപ്പിന്റെ കാര്യത്തിൽ സത്യഭാമ വേറെ ലെവലാ. വരട്ടെ, ഇനിയുള്ള അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിയട്ടെ. എന്നിട്ട് വേണം അടുത്ത അസ്ത്രം ഉപയോഗിക്കാൻ. എടി, ഇത്രയും ക്രൂരയാകാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു സുസ്മിതേ? പക കനലെരിയുന്ന പോലെ മനസ്സിലിട്ട് താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്ന പക. അതിന്റെ ചൂടിലും ചൂരിലും എന്റെ ശത്രുക്കൾ ഇല്ലാതാവണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം. അതിനു വേണ്ടിയുള്ള എന്റെ പരിശ്രമം. ഇതൊക്കെ തന്നെയാ എന്നെ ഇവിടെ വരെ എത്തിച്ചത് രോഹിത്തെ. അവിടെ ഞാൻ വാറ്റുചാരായ ഒഴുക്കണമെന്ന് പറഞ്ഞാൽ ഒഴുക്കിയിരിക്കും. വ്യഭിചാരശാലയാക്കുന്ന് പറഞ്ഞാൽ അതും ഞാൻ ചെയ്യും. പകയുടെ പര്യായമാണ് സുസ്മിത. വെട്ടൊന്ന് മുറി രണ്ട്. സത്യഭാമയെ തകർക്കൂന്ന് പറഞ്ഞു, തകർത്തു. ശാലിനിയെ വീഴ്ത്തുന്നു പറഞ്ഞു, വീഴ്ത്തി. ഇനി ആര്? സുസ്മിതയുടെ ലിസ്റ്റിൽ കേറിക്കൂടാൻ ഭാഗ്യമുള്ള ആരാ ഇനി ഉള്ളത്? രോഹിത്തെ, നീ എന്റെ കൂടെ നിന്നാ നിന്നെ ഞാൻ രാജാവാക്കാന്ന് പറഞ്ഞത് വെറും വാക്കല്ല. ഇത്രയൊക്കെ എത്തിക്കാമെങ്കിൽ എനിക്കത് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിന്റെ ഈ 2 വഞ്ചി കാല് ചവിട്ടിയുള്ള പരിപാടി ഉണ്ടല്ലോ, അതായത് എന്റെ ഒപ്പം നീ നിൽക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഞാൻ നടത്തും.